ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഇതാക്കണ നിങ്ങളുടെ +1 ക്രിസ്മസ് എക്സാമിനോടൊക്കെ വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. ചാപ്റ്റർ പേര് സീക്വൻസ് ആൻഡ് സീരീസ് ആണ്. ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിർബന്ധമായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഓരോ വീഡിയോ ഓരോ ടീച്ചേഴ്സും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ കമന്റുകളാണ് ഏറ്റവും വിലപ്പെട്ടത് എന്ന് പറയുന്നത്. സോ ഏറ്റവും ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ കാണുന്ന ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ആദ്യത്തെ ചോദ്യം തുടങ്ങുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളതാണെങ്കിൽ പോലും വലിയ നമ്പർ വന്നാൽ ഒരു പക്ഷേ പല കുട്ടികൾക്കും ചെയ്യാൻ അറിയാത്തത് കൊണ്ട് തന്നെ ഈ ചോദ്യം ഇവിടെ പ്രസക്തമാണ് എന്ന് പറയാം. ഒരു മൂവി റിവ്യൂ ഒക്കെ പറയും പോലെ ആയിട്ടില്ലേ. ഓക്കെ, ചോദ്യത്തിലേക്ക് കിടക്കാം. വിച്ച് ടേം ഓഫ് ദി GP 2838 അപ് ടു n ടേംസ് ഈസ് 13,172? 13,000 അല്ലല്ലേ, 1,31,000. ഓക്കെ, 1,31,072. ഓക്കെ, അതായത് ഈ കാണുന്ന ജോമെട്രി പ്രൊവിഷനിൽ എത്രാമത്തെ ടേം ആണ്, അല്ലെങ്കിൽ എത്ര ടേം ഉണ്ട്, എത്രാമത്തെ ടേം ആണ് ഈ കാണുന്ന നമ്പർ എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ n-ൻ്റെ പൊസിഷൻ എത്ര? സോ ഈ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് നമുക്കൊരു കാര്യം പറയാം. an എന്ന് പറയുന്നത് 1,31,072 ആണ്. ഓക്കെ, 1,31,072 ആണ്. സോ ഇത് CBSE കുട്ടികൾക്കും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് കുട്ടികൾക്കൊക്കെ ഒരേപോലെ ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. സോ an എന്ന് പറഞ്ഞാൽ a × r⁻n−1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ്. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് അറിയാം. എ എന്ന് പറഞ്ഞാൽ 2 ആണ്. ആർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ 2 × r⁻n−1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1,31,072. ഇൻറ്റു 2നെ ഈക്വൽ ടു അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടും. 4⁻n−1 ഈസ് ഈക്വൽ ടു 131072 ഡിവൈഡഡ് ബൈ 2. എത്രയാണ് ആൻസർ വരുന്നത്? 65,000 സംതിങ് ആണല്ലോ അല്ലേ. 131072 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 65,536. 65,536. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു പക്ഷേ പല കുട്ടികൾക്കും അറിയലുണ്ടാവില്ല എങ്ങനെ ചെയ്യണം എന്നുള്ളത്. മക്കളെ, ഇത്രേ ഉള്ളൂ. ഈ കാണുന്ന ⁻n−1 ആണ് നമുക്ക് കാണേണ്ടത്. അതായത് ഈ കാണുന്ന ടേമിനെ നമ്മൾ 4⁻something എന്ന് എഴുതണം. 4⁻something. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ കാണുന്ന 65,000 എന്ന് പറയുന്ന നമ്പറിനെ, 65,536 എന്ന് പറയുന്ന നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പം 6-ൽ എത്ര 4 ഉണ്ട്? 6-ൽ 1 ഉള്ളൂ. റിമൈൻഡർ 2. 25-ൽ 6 എണ്ണം, 15-ൽ 3 എണ്ണം, 15-ൽ 3 എണ്ണം ആക്കി 3. 33-ൽ 8, 8 4 32, 4 8 32, 1. 16-ൽ 4. ഓക്കെ, സാധാ പോലെ ആസ് യൂഷ്വൽ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. എഗൈൻ 1-ൽ പോവില്ല, അപ്പോൾ വേണമെങ്കിൽ ഒരു 0 ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ കൊണ്ട്. 16-ൽ 4 എണ്ണം, 3-ൽ പോവില്ല, എഗൈൻ 0 ഇടുന്നു. 38-ൽ 9 4 36, 2 24 6, എഗൈൻ 4, 1 0-ൽ 9-ൽ 2, 16-ൽ 4, എഗൈൻ 4, 10-ൽ 2 എണ്ണം, 22-ൽ 5 എണ്ണം, 4 5 20, 2 24 6 എണ്ണം, എഗൈൻ 4, 25-ൽ 4 6 6, 16-ൽ 4, എഗൈൻ 4 1 6, എഗൈൻ 4 4. അപ്പോൾ നമുക്ക് മനസ്സിലായി 4⁻n−1 ഈസ് ഈക്വൽ ടു ഈ കാണുന്ന നമ്പറിന് നമുക്ക് എന്ത് ചെയ്യാം? 1 2 3 4 5 6 7 8. അത് 4⁸ എന്ന് എഴുതാം. 4⁸8 അല്ലേ. അപ്പോൾ ആ കാണുന്ന നമ്പർ നമുക്ക് എന്ത് എഴുതി? 4⁸8 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും n−1 ഈക്വൽ ടു 8 ആണ് കിട്ടി. സോ n ഈക്വൽ ടു 9. സോ 9ാമത്തെ ടേം ആണ് ഈ കാണുന്നത്. ഇങ്ങനെ നമ്മൾ എഴുതി പോവുകയാണെങ്കിൽ ഇതിൻ്റെ 9ാമത്തെ ടേം ആയിരിക്കും ഈ കാണുന്ന 1,31,072. ക്ലിയർ ആണല്ലോ? സിമ്പിൾ അല്ലേ? ഇത് ചെയ്യുമ്പോൾ സിമ്പിളാണ്, ചെയ്ത് കഴിഞ്ഞപ്പോൾ സിമ്പിളാണ്. പക്ഷേ ഫസ്റ്റ് നോക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈ കാണുന്നത് ഇതേപോലെ. ഒരു പക്ഷേ ഇത് കുറച്ചൊരു കമ്പാരിറ്റീവ്ലി കുറച്ചൊരു എളുപ്പമാണ്, പക്ഷേ ഇത് ടഫാണ്. ചോദ്യം നോക്കാം. ഇതുപോലെ എത്രാമത്തെ ടേം ആണ് 128 എന്നാണ് ക്വസ്റ്റ്യൻ. സെയിം മോഡലാണ്. സോ a × r⁻n−1 ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 128 ആണ്. a എന്ന് പറഞ്ഞാൽ 2 ആണ്. r എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് √2 ആണ്. ഓക്കെ, സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ √2, a എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 2 × √2⁻n−1 ദാറ്റ് ഈസ് ഈക്വൽ ടു 128. സോ √2⁻n−1 ദാറ്റ് ഈസ് ഈക്വൽ ടു 64. നേരത്തെ നമുക്ക് കൃത്യമായിട്ട് 4⁻ എന്ന് പറഞ്ഞ ഒരു നമ്പർ ആയിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഇവിടെ എന്താ തന്നത്? √2 ആണ് തന്നത്. അപ്പോൾ ഈ കാണുന്ന ക്വസ്റ്റ്യനെ ഞാൻ ചെയ്യുന്നതിന് പകരം √2 നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അതിന് പകരം √2 ഭാഗമുള്ള 2 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 64 ഞാൻ എന്ത് ചെയ്യുന്നു? 2 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു.
അപ്പോൾ ഈസി ആയിട്ട് ആൻസർ കിട്ടുന്നു. 32 ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 16 ആണ്. എഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 8 ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 4 ആണ് ആൻഡ് 2. അത് 1 2 3 4 5 6 6 അല്ലേ. 2�6 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്കറിയാം 2�6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64 ആണ്. പക്ഷേ നമുക്ക് 2�6 അല്ല കണ്ടുപിടിക്കേണ്ടത്, √2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ 64നെ 2�6 എന്നതിന് പകരം 2നെ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റാൻ പോവാം. 2നെ എനിക്ക് എന്ത് ചെയ്താം? √2² എന്ന് എഴുതാം. 2ന് പകരം ഞാൻ എന്ത് ചെയ്തു? √2ൻ്റെ സ്ക്വയർ എടുക്കുന്നു. √2² ⁻6 = 64. നമ്മൾ പഠിച്ചിട്ടുണ്ട് x⁻m⁻n എന്ന് പറഞ്ഞാൽ x⁻m × n ആണ് അല്ലേ. അപ്പോൾ √2² എന്ന് എഴുതാം. √2² = 64. ഓക്കെ, ആ കാണുന്ന സംഭവം നമ്മൾ എന്താക്കുന്നു? ഇവിടെ കൊടുക്കുന്നു. √2n-1 = 64 ആണ്. √2n-1 = 64 ആണ്. ആ 64നെ ഞാൻ എന്താക്കുന്നു? √2² എന്ന് എഴുതുന്നു. 2/12. അപ്പോൾ നമുക്ക് √2 കിട്ടി. n-1 = 12 ആണെങ്കിൽ വാട്ട് അബൌട്ട് n? 13 ആണ്. n = എത്രയാണ്? 13 ആണ്. സിമ്പിൾ ആണല്ലോ, ഡൗട്ടൊന്നുമില്ലല്ലോ. ഈ ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് മോഡലാണ്. ഇപ്പോൾ 2 രീതിയിൽ നമ്മൾ പഠിച്ചു, 2 ലെവലിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. സോ നേരെ ഞാൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കുന്ന മക്കളെ ശ്രദ്ധിക്കുക. ഈ കാണുന്ന ചോദ്യം ഇതേപോലെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് 3 മാർക്കിനും 4 മാർക്കിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ രീതിയിൽ 2 ചോദ്യങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഒരു ചോദ്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ആയിട്ട് തന്നെ ഉണ്ട്, അതിൻ്റെ സൊല്യൂഷനും അതിൽ അവൈലബിൾ ആണ്. ഈ കാണുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സൈസിൽ വന്നതാണ്, അതുകൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്യാനുള്ള കാരണം. ആകെയുള്ള മാറ്റം +1 -1 ആണ് അതിൽ വന്നത്. അപ്പോൾ -1ൻ്റെ എക്സാമ്പിൾസ് ഒക്കെ അതിലുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ സെയിം രീതിയിൽ ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ആദ്യത്തെ 3 ടേം ആയിട്ട് എടുക്കേണ്ടത് ലെറ്റ് ഫസ്റ്റ് 3 ടേംസ് ആർ, അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. ലെറ്റ് ഫസ്റ്റ് 3 ടേംസ് ആർ. എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. ടേംസ് ആർ a/r, അടുത്തത് a/r × r, അടുത്തത് a × r, ar. അതായത് ആറിൻ്റെ മൾട്ടിപ്പിൾ തന്നെയാണിത്. AR² എന്ന് വരുന്ന പോലെ തന്നെയാണ് ഇതും തരുന്നത്. ഇനി ഇതിൽ കൃത്യമായിട്ട് നമ്മൾ ഇത് എടുക്കാനുള്ള റീസൺ അതിൻ്റെ പ്രൊഡക്റ്റ് 1 ആണ് തന്നിട്ടുണ്ട്. അതായത് a/r × a × ar, ഇത് 3 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ 6 കട്ട് ചെയ്തുകൊണ്ട് a³ = 1 എന്ന് കിട്ടും, a = 1 എന്ന് കിട്ടും. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടേമിനെ ഇങ്ങനെ എടുക്കുന്നത്. പകരം AR² എടുത്താൽ ഒരിക്കലും നമുക്ക് എന്ത് കിട്ടൂല? ഇതിൽ എയും കിട്ടൂല, ആറും കിട്ടൂല. ഇതും 1 തന്നെയാണ്, പക്ഷേ എയും കിട്ടൂല, ആറും കിട്ടൂല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എന്താക്കുന്നത്? റീഅറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എ കിട്ടിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ സം എത്ര തന്നിട്ടുണ്ട്? 39/10 ആണ് തന്നിട്ടുണ്ട്. a/r + a + ar = 39/10. നേരെ ഞാൻ എൻ്റെ വാല്യൂ ഇതിൽ കൊടുക്കുന്നു. 1/r + 1 + 1 × r = 39/10. നമ്പറിനെയൊക്കെ ഒരു സൈഡിലേക്കും ആറിനെയൊക്കെ ഒരു സൈഡിലേക്കും എടുക്കുന്നു. സോ 1/r-ഉം r-ഉം ഞാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. 1 × 1 1 + r × r r² / r × 1 r = 39/10 - 1. അതായത് ഞാൻ എന്താ ചെയ്തത്? +1നെ അങ്ങോട്ട് കൊണ്ടുപോയി, എന്നിട്ട് ഇത് തമ്മിൽ ആഡ് ചെയ്തു. 1/r + r. ഓക്കെ, അതാണ് ഞാൻ അവിടെ ചെയ്തത്. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + r² / r ഈസ് ഈക്വൽ ടു 39 - 10/10. ദാറ്റ് ഈസ് 29/10 എന്ന് കിട്ടി. ഓക്കെ, 29/10. ഞാൻ എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. നന്നായിട്ട് ശ്രദ്ധിക്കട്ടെ. ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക, കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്കറിയാം. പരീക്ഷയൊക്കെ ടഫായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ചോദ്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര ടഫായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യണം. പരീക്ഷയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടിയിട്ട് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഈ വീഡിയോ തപ്പിപ്പിടിച്ച് വരിക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. 10 × 1 + r² ഈസ് ഈക്വൽ ടു 29 × r. 10 + 10r² = 29r. നമുക്ക് എന്ത് ചെയ്യാം? -b +or- ചെയ്യാം, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യാം? മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാം. രണ്ടും പോസിബിൾ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. 10 × 10 100ഉം അതേപോലെ തന്നെ 29 വരുന്ന രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്ത് നോക്കാം. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ, ഞാനിവിടെ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ -b +or- ആണ് ചെയ്യുന്നത്. a = 10, b = -29, c = 10. സോ r = -b +or- √b² -4ac, 4 × 10 × 10, 4ac/2a. സോ 29 +or- 851 400 വെച്ചാൽ √451 ആണ്.
by 20. So 29 plus or minus 21 by 20. അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടും. R is equal to 50 by 20 or 29 minus 21. 29 minus 21 പറഞ്ഞാൽ 8 by 20. സമം 5 by 2 or 2 by 5 കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. ഇതാണ് ഇതിൻ്റെ ആൻസർ. R എന്ന് പറഞ്ഞാൽ രണ്ട് ഉത്തരങ്ങളുണ്ടാവും. R ഈക്വൽ ടു ഒന്നെങ്കിൽ 5 by 2 ആവാം, അല്ലെങ്കിൽ 2 by 5 ആവാം. രണ്ടും ശരിയാണ്. അപ്പോൾ ഞാൻ ആദ്യം കേസ് 1 R ഈക്വൽ ടു 5 by 2 ആണെങ്കിൽ എ എത്ര ആയിരിക്കും? അപ്പോൾ നമുക്കറിയാം R ഈക്വൽ ടു 5 by 2 ആണ് എങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. എവിടെയെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ഇതാ ഇവിടെ കൊടുക്കാം. എ ബൈ ആർ പ്ലസ് എ പ്ലസ് എ ആർ. എ ബൈ ആർ പ്ലസ് എ പ്ലസ് എ 1 കിട്ടിയല്ലേ ഓൾറെഡി. എ ഓൾറെഡി 1 ആണ് കിട്ടിയിട്ടുണ്ട്. R ഈക്വൽ ടു 5 by 2, എ ഈക്വൽ ടു 1. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? അതിൻ്റെ കോമൺ റേഷ്യോ ആൻഡ് ടേംസ്. അപ്പോൾ ഫസ്റ്റ് ടേം എ ബൈ ആർ 1 by r 5 by 2. എ ആർ 1 into r 5 by 2. എ ആർ സ്ക്വയർ 5 by 2ൻ്റെ സ്ക്വയർ. സമയം എത്ര കിട്ടും? ഇത് 2 by 5 ആണ്, ഇത് 5 by 2 ആണ്, ഇത് 25 by 4. ഓക്കെ, ശരിയല്ലേ? നോക്കൂ മക്കളെ. എ ആർ എ ബൈ ആറ് എ ആറ് അവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടടാ. ഓക്കെ, എ ബൈ ആറ് എ ആറ്. അപ്പം 2 by 5 1 5 by 2. ഇതാണ് ആൻസർ വരിക. ഇതന്നെ നിങ്ങൾക്ക് 2 by 5 വെച്ചാൽ ഇത് കേസ് 1 ആണ്. ഈ സെയിം ക്വസ്റ്റ്യൻ ആൻസർ എന്ത് വരും? കേസ് 2 കൂടി വരും. കേസ് 2 എ ഈക്വൽ ടു 1, ആർ ഈക്വൽ ടു 2 by 5. അപ്പോൾ എന്ത് വരും? 1 by 2 by 5 1 2 by 5 സമം 5 by 2, 1, 2 by 5. ഇതാണ് ടേംസ് കേട്ടോ. ആദ്യത്തെ 3 ടേംസ് ഇത് 3 ആണ്. ഇത് 3 വന്നാലും സെയിം ആൻസർ വരും. അപ്പോൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന പ്രതീക്ഷയോടുകൂടി ഇതൊന്ന് ചെയ്ത് പഠിക്കാം. അത്യാവശ്യം കുറച്ച് ടഫാണോ എന്ന് വെച്ചാൽ ടഫാണ്. പക്ഷേ ചെയ്ത് പഠിക്കുന്ന സമയത്താണ് ഏതൊരു ചോദ്യം എളുപ്പമാവുന്നത്. അപ്പോൾ എത്ര ടഫാണെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് +1 നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ട മക്കളെ, നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നല്ല ഹാർഡ് വർക്ക് വേണം. അതാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ ഇനി എഴുതി പഠിച്ചാലും കൂടി മതി കേട്ടോ. നിങ്ങൾക്ക് A+ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഏത് സമയത്തും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നുള്ളത് ഞങ്ങൾ ഉറപ്പ് തരികയാണ്. മാക്സിമം തരുന്ന വീഡിയോകളൊക്കെ കാണുക, വർക്കൗട്ട് ചെയ്യുക, മാർക്ക് സ്കോർ ചെയ്യുക കേട്ടോ. സോ മക്കളെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. യെസ്, അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. നല്ല രസമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങളുടെ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. 2024 വന്ന ചോദ്യ പേപ്പറിൽ വന്ന ചോദ്യം കൂടിയാണ്. ചോദ്യം ഇങ്ങനെയാണ്. ഈ സെയിം മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരും കേട്ടോ. നിങ്ങൾ ചെയ്തു നോക്കണം. ദ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ GP is 16. നേരത്തെ നമ്മൾ ചെയ്തത് സമ്മും പ്രൊഡക്റ്റും തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പ്രൊഡക്റ്റ് അല്ല തന്നത്. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് 16 ആണ്. അതിന് ശേഷമുള്ള 3 ടേംസ് 128 ആണ്. എങ്കിൽ കോമൺ റേഷ്യോ എത്ര? ഫസ്റ്റ് ടേം എത്ര? എൻ ടേമിൻ്റെ സം എത്ര? സെയിം രീതിയിലൊരു ക്വസ്റ്റ്യൻ 2 മാർക്കിന് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. 2 അല്ലെങ്കിൽ 4 എന്നറിയില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻ വന്നാൽ സിമ്പിളാണ്. ആദ്യത്തെ 3 ടേം എന്ന് പറഞ്ഞാൽ എ ആർ സ്ക്വയർ. ഈ 3 ടേമിൻ്റെ സം എന്ന് പറയുന്നത് 16 ആണ്. ഓക്കെ, ഇനി അടുത്തത് അതിന് ശേഷമുള്ള 3 ടേം എന്ന് പറഞ്ഞാൽ എ ആർ ക്യൂബ്, എ ആർ റേസ് ടു 4, എ ആർ റേസ് ടു 5. ഇതാണ് ആദ്യത്തെ 6 ടേം. ദാറ്റ് ഈസ് ഇക്വൽ ടു 128 ആണ്. ഓക്കെ, ആദ്യത്തെ 3 ടേം ആസ് യൂഷ്വൽ മെത്തേഡ് നമ്മൾ എടുക്കുന്നു. അതിനുശേഷമുള്ള 3 ടേം ആസ് യൂഷ്വൽ മെത്തേഡ് നമ്മൾ എടുക്കുന്നു. ഇങ്ങനെ കിട്ടുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ എ കോമൺ ആണ്. സോ എ ഇൻറ്റു 1 + r സ്ക്വയർ ഈക്വൽ ടു 16. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ എ ആർ ക്യൂബ് കോമൺ ആണ്. അപ്പോൾ എ ആർ ക്യൂബ് കോമൺ ആയിട്ട് എടുക്കുന്നു. എ ആർ ക്യൂബ് ഇൻറ്റു 1 + r സ്ക്വയർ. കണ്ടോ? ഇവിടെ എ ആർ ക്യൂബ് കോമൺ ആയിട്ട് എടുത്താൽ ഇത് 1, ഇവിടെ എ ആർ ക്യൂബ് ഉണ്ടാവും. അപ്പോൾ ഒരു 6 ബാക്കി ഉണ്ടാവും. എ ആർ ക്യൂബ് ഉണ്ടാവും, ഒരു r സ്ക്വയർ ബാക്കി ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. 2 ഇക്വേഷനിലും എന്തുണ്ട്? 1 + r സ്ക്വയർ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 2 ഇക്വേഷൻ അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. 128 ഡിവൈഡഡ് ബൈ 16. അതായത് ഇത് ഡിവൈഡഡ് ബൈ ഇത് ചെയ്യുന്നു. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്നും ഇക്വേഷൻ നമ്പർ 2 എന്നും ഇടാം. അതായത് 2/1. 128 ബൈ 16 ചെയ്യുന്നു. എ ഇൻറ്റു 1 + r സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ആർ ക്യൂബ് ഇൻറ്റു 1 + r സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുന്നു? 1 + r സ്ക്വയറും 1 + r സ്ക്വയറും വെട്ടിപ്പോയി. എയും വെട്ടിപ്പോയി. സോറി, നേരെ തിരിച്ചാട്ടോ. എ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ രണ്ടാമത്തേന്നല്ലേ ഒന്നാമത്തെ കുറയ്ക്കുന്നത് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ r ക്യൂബ് ഈസ് ഈക്വൽ ടു 128 ബൈ
16 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ആണ്. ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. അതിൽ നമുക്ക് 6 കിട്ടും. ആർ ഈസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 അല്ലേ? 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 3 നിന്ന് 1 എടുക്കുക. ക്യൂബ് റൂട്ട് ആണെങ്കിൽ 3 നിന്ന് 1 എടുക്കുക. മനസ്സിലായി? ആർ ഈക്വൽ ടു 2 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടെത്താം? എ കണ്ടെത്താം. കാരണം എ ഇൻറ്റു 1 പ്ലസ് ആർ സ്ക്വയർ ഈക്വൽ ടു 16 ആണെന്ന് നമുക്കറിയാം. സോ എ ഇൻറ്റു 7 ഈക്വൽ ടു 16. സോ എ ഈക്വൽ ടു 16/7. അങ്ങനെ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടി. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ സം ഓഫ് n ടേംസ് ആണ് Sn ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ആർ റേസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ r minus 1. That is 16/7 into 2 raised to n minus 1. ഇതാണ് സം ഓഫ് ഫസ്റ്റ് n ടേംസ്. ഇത്ര ഫുൾ മാർക്കാണ്. ഈ സെയിം രീതിയിൽ നിങ്ങളുടെ തൊട്ട് മുമ്പത്തെ, അതായത് നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയ പറ്റി പരീക്ഷയുണ്ട്, അവർക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ സെയിം രീതിയിലൊരു ക്വസ്റ്റ്യൻ ഏറ്റവും ആദ്യത്തെ ചോദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് നിങ്ങൾ 2 മാർക്കിന് ചെയ്യാം. അടുത്തത് 4 മാർക്കിന് വന്ന ക്വസ്റ്റ്യൻ, ഇപ്പോൾ ചെയ്ത അതേ രീതിയിലൊരു ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ കാണുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ എന്താക്കുക? കമൻറ്റ് ചെയ്യാം കേട്ടോ. 2024 ഇത് മോഡൽ എക്സാമിനാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനി അല്ല പബ്ലിക് എക്സാം, രണ്ടിൽ ഏതോ ഒരു എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് പബ്ലിക് എക്സാമിന് 6 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും. അതായത് 10% നിങ്ങൾ എഴുതുന്ന പരീക്ഷാ പേപ്പറിൻ്റെ 10% ചോദ്യം വരുന്നത് ഈ ഒരൊറ്റ ചാപ്റ്ററിനാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ 6 മാർക്ക് കിട്ടാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ രണ്ടും നിങ്ങൾ ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ചെയ്യുക. ഇനി മക്കളെ നമുക്ക് 2 ക്വസ്റ്റ്യൻ കൂടിയാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആ 2 ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കിടക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ദ സം ഓഫ് സം ടേംസ് ഓഫ് GP ഈസ് 315. അതായത് ഒരു ജോമെട്രി പ്രോഗ്രഷൻ്റെ കുറച്ച് ടേമുകളുടെ സം എന്ന് പറയുന്നത് 315 ആണ്. 315 മക്കളെ നിർബന്ധമായിട്ട് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണേ. കുറച്ച് കഷ്ടപ്പെട്ടിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. മാക്സിമം +1 കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുക കേട്ടോ. ആൻഡ് വൂസ് ഫസ്റ്റ് ടേം ആൻഡ് കോമൺ റേഷ്യോ ആർ 5 and 2. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 5 ആണ്, കോമൺ റേഷ്യോ തന്നിട്ടുണ്ട് 2 ആണ്. എങ്കിൽ ലാസ്റ്റ് ടേമും നമ്പർ ഓഫ് ടേംസ് കാണാൻ n എത്ര, an എത്ര. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്. Sn എന്ന് പറഞ്ഞാൽ R2 ആയതുകൊണ്ട് a ഇൻറ്റു r റേസ് ടു n മൈനസ് 1. Sn എന്ന് പറഞ്ഞാൽ a ഇൻറ്റു r റേസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ r മൈനസ് 1 ഈക്വൽ ടു 315 ആണ്. സോ 5 ഇൻറ്റു 2 റേസ് ടു n മൈനസ് 1 ഈസ് ഈക്വൽ ടു 315 ആണ്. സോ 2 റേസ് ടു n മൈനസ് 1 ഈക്വൽ ടു 315 ആണ്. സോ 2 റേസ് ടു n മൈനസ് 1 ബൈ 5 കേട്ടോ. ഇൻറ്റു 5നെ അങ്ങോട്ട് കൊണ്ടാൽ എന്താവും? ബൈ 5 ആവും. സ്പീഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് വീണ്ടും കാണുക. കാരണം ഇങ്ങനെ ഈ ഒരു സ്പീഡിലേ നമുക്കിത് പറ്റുള്ളൂ. ഓക്കെ, ഒന്നുകൂടി കണ്ടാൽ മതി കേട്ടോ. ഞാൻ അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും. കാരണം ഇതൊരു A+ ലെവൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്ത് വന്ന കുട്ടികളായിരിക്കും. ഓക്കെ, സോ 2 റേസ് ടു n മൈനസ് 1 ഈസ് ഈക്വൽ ടു 63. 2 റേസ് ടു n ഈസ് ഈക്വൽ ടു 64. അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ -1 അങ്ങോട്ട് കൊണ്ടുപോയിട്ടാണ് അത് 64 ആയതെന്ന് പറയുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാത്ത എല്ലാ സ്റ്റെപ്പും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ 2 റേസ് ടു n ഈസ് ഈക്വൽ ടു 64 നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 32, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 16, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 8, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 4, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 2. ഇത് 1 2 3 4 5 6. സോ 2 റേസ് ടു n ഈസ് ഈക്വൽ ടു 2 റേസ് ടു 6 ആണ്. സോ n ഈക്വൽ ടു 6 ആണ്. അപ്പോൾ എത്രാമത്തെ ടേമാണ്? 6ാമത്തെ. ആകെ പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ് കേട്ടോ. 315 അല്ലേ 315/5 എന്ന് പറഞ്ഞാൽ 63. 63 1 64. 64 ആകുമ്പോൾ 64/2 32, 32/16 16 8 4 റെഡി. 2 × 4 4 × 2 8 8 × 2 16 16 × 2 32 64 1 2 3 4 5 6. ഓക്കെ, n ഈക്വൽ ടു 6 ആണ്. സോ നമുക്ക് an കൂടി കണ്ടുപിടിക്കണം. an എന്ന് പറഞ്ഞാൽ a ഇൻറ്റു r റേസ് ടു n മൈനസ് 1. സോ a എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് അറിയാം 5 ആണ്. സോ 5 ഇൻറ്റു r എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 റേസ് ടു n എന്ന് പറഞ്ഞാൽ എത്രയാണ്? n എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ 5 ഇൻറ്റു 2 റേസ് ടു 5 5 ഇൻറ്റു 32 150 160. ഓക്കെ, ഓർ nth ടേമാണ് കാണാൻ പറഞ്ഞതെങ്കിൽ ലാസ്റ്റ് ടേമാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ കേട്ടോ. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ n-ന്
നിങ്ങൾ എന്ത് കൊടുത്താൽ 6 കൊടുത്താൽ മതി. ഇതാണ് ലാസ്റ്റ് ടേം കേട്ടോ. ഓക്കെ, സോ എന്തെങ്കിലും ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കുക, കമൻറ്റ് ചെയ്യുക. അല്ലാതെ ഐഡിയകളൊക്കെ സെയിം ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കഴിഞ്ഞ വർഷമൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഡിമാൻഡ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് 2024 നിങ്ങളോട് ചോദിച്ച 4 മാർക്കിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് നമ്മൾ നമ്മുടെ പബ്ലിക് ലൈവിൽ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ പബ്ലിക് ലൈവിൽ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യെസ്, അടുത്തത് ദ ഫോർത്ത് ടേം ഓഫ് എ ജോമെട്രി പ്രോഗ്രഷൻ ഈസ് സ്ക്വയർ ഓഫ് സെക്കൻഡ് ടേം ആൻഡ് ദി ഫസ്റ്റ് ടേം ഈസ് -3 ഡിറ്റർമിൻ 7th ടേം. ഇങ്ങനെ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദ ഫോർത്ത് ടേം ഓഫ് എ ജോമെട്രി പ്രോഗ്രഷൻ A4 ഈസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ഇറ്റ്സ് സെക്കൻഡ് ടേമിൻ്റെ സ്ക്വയർ ആണ്. ആൻഡ് ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു -3 എങ്കിൽ 7th ടേം എത്ര? അപ്പോൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ A × R³ ആണ്, ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ AR ഹോൾ സ്ക്വയർ ആണ്. സോ AR³ ഈസ് ഈക്വൽ ടു A² R² ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കാണുന്ന എയും ഈ കാണുന്ന സ്ക്വയറും വെട്ടാം. അപ്പം ഈ കാണുന്ന R³ അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ R² അങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ എന്ത് കിട്ടും? A ഈസ് ഈക്വൽ ടു R³ ഡിവൈഡഡ് ബൈ R². സോ എയും ആറും സെയിം ആണെന്ന് കിട്ടും. A ഈക്വൽ ടു R. A എന്ന് പറഞ്ഞാൽ -3 ആണ്. സോ R ഈക്വൽ ടു ഓൾസോ -3 ആണ്. അപ്പോൾ A7 എന്ന് പറഞ്ഞാൽ A × R⁶ ആണ്. A എന്ന് പറഞ്ഞാൽ -3, R എന്ന് പറഞ്ഞാൽ -3. സോ -3�7 എന്ന ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, -3�7. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഞാൻ പബ്ലിക് ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സീക്വൻസ് ആൻഡ് സീരീസിൻ്റെ ഫുൾ ചാപ്റ്റർ റിവിഷൻ ആണ്, പോയി കാണാം. ലിങ്ക് താഴെ ഉണ്ടാവും കേട്ടോ. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവിൽ പോയി നോക്കിയാൽ കാണാം, ഡയറക്റ്റായിട്ട് കാണാൻ പറ്റും. ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറേ വെറൈറ്റി ക്വസ്റ്റ്യൻസും അതിലുണ്ട്. അതായത് എല്ലാ പ്രാവശ്യവും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ അതിലുണ്ട്. ഇത് എല്ലാ പ്രാവശ്യം ഞാനിപ്പോൾ ചെയ്ത ഈ ഒരു വീഡിയോയിൽ എല്ലാ പ്രാവശ്യം പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ല. പക്ഷേ എക്സാം ടഫ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ചോദ്യങ്ങളും. അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, മിസ്സാക്കരുത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഇതുവരെ പരീക്ഷ ചോദിച്ചിട്ടില്ല, പക്ഷേ ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ് ഈ കാണുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ മക്കളെ. നല്ല രസമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ആൻസറും നിങ്ങൾക്ക് പബ്ലിക് ലൈവിൽ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പോയി കാണാവുന്നതാണ്. ഈ സെയിം ഐഡിയ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, പക്ഷേ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് മക്കളെ. 0.6 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം. 0.6 പ്ലസ് 0.66 പ്ലസ് 0.666 എക്സെട്ര. ഓക്കെ, 0.6 എനിക്ക് വേണമെങ്കിൽ 6 × 0.1 എന്ന് എഴുതാം. 6 × 0.1. 0.6 എനിക്ക് എന്താക്കാം? 6 × 0.11 എന്ന് എഴുതാം. 0.66 എനിക്ക് എന്താക്കാം? 6 × 0.111 ഇങ്ങനെ എഴുതാം. അപ്പോൾ മക്കളെ നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോവാണ്. നേരത്തെ ചെയ്ത പോലെ /9 നമ്മൾ പുറത്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാത്തിലും 6 ഉണ്ട്, ആ 6നെ പുറത്തെടുത്തു. അതേപോലെ /9 പുറത്തെടുത്തു. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 0.1 × 9. എല്ലായിടത്തും നമ്മൾ × 9 കൂടി ചെയ്യണം. × 9 /9 ഇങ്ങനെ വരാം. അപ്പോൾ 0.1 × 9 എന്ന് പറഞ്ഞാൽ 0.9 ആണ്. 0.11 × 9 എന്ന് പറഞ്ഞാൽ 0.99 ആണ്. 0.111 × 9 എന്ന് പറഞ്ഞാൽ 0.999 എക്സെട്ര ആണ്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഇക്വേഷൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 6/9 × 0.9 എനിക്ക് വേണമെങ്കിൽ 9/10 എന്ന് എഴുതാം. 99 എനിക്ക് 99/100 എന്ന് എഴുതാം. 999 എനിക്ക് 999/1000 എന്ന് എഴുതാം, എക്സെട്ര. ഓക്കെ, ഇവിടം വരെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു മക്കളെ. ഇത് പറയുന്നത് ഓക്കെ അല്ലാത്ത ആളുകൾ ഈ കാണുന്ന ചോദ്യം ചെയ്തതൊന്ന് പോയി കാണുക, അപ്പോൾ പെട്ടെന്ന് കിട്ടും. അല്ലാത്ത കുട്ടികൾക്ക് ഇത് കാണാൻ ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻ അറിയുന്ന കുട്ടിക്ക് ഇത് ഞാൻ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ഇത് അറിയാത്ത കുട്ടികൾ എന്ത് ചെയ്യുക? നമ്മുടെ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ലൈവ് ഒന്ന് പോയി കണ്ടതിന് ശേഷം നിങ്ങളിത് കാണാൻ വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുന്ന രീതിയിലുണ്ടോ നോക്കട്ടെ. ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ യൂട്യൂബ് എടുക്കുക, സൈലം SSLC എന്ന് സ്ഥിരമായിട്ടുള്ള അങ്ങായിപ്പോയി. സൈലം ++1 ആ യൂട്യൂബിൽ പോയാൽ ഓക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, ഓക്കെ. അതിൽ ലൈവ് സെഷനിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ സീക്വൻസ് ആൻഡ് സീരീസിൻ്റെ ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ്റെ ഒരു ലൈവ് വരാനുണ്ട്. അത് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതാണ് നമ്മളെ വീഡിയോ. 32K ആൾക്കാർ കണ്ട സീക്വൻസ് ആൻഡ് സീരീസിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അതിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ്, സെമി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഫുൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഒക്കെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യെസ്, ഒന്ന് പോയി കാണാം കേട്ടോ.
ഈ മോഡലെല്ലാം വെറൈറ്റി ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ നമ്മൾ അതിൽ എന്താക്കിയിട്ടുണ്ട്, ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ കാണുക. ശേഷം മക്കളെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ശേഷം നമ്മൾ ഇത് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ. 9/10 ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റാൻ പോവാണ്. 6/9 ഇൻറ്റു 9/10 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1/10 അല്ലേ, പ്ലസ് 99/100 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1/100 പ്ലസ് 1 മൈനസ് 1/1000 ഇങ്ങനെ അങ്ങ് പോകും അല്ലേ. എല്ലാം അങ്ങനെ തന്നെ പോകും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ എന്തായിട്ടാ 10 × 1 10, 10 1 കുറച്ചാൽ 9, 9/10, 100 × 1 100, 100 1 കുറച്ചാൽ 99, 99/100 അങ്ങ് പോകും. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ എല്ലായിടത്തും എന്ത് കോമൺ ആണ്, 1 കോമൺ ആണ്. സോ 1 + 1 + 1 + എക്സെട്ര മൈനസ് എല്ലാത്തിലും മൈനസ് 1/10 ഉണ്ട്. അപ്പം 1/10 + 1/100 + 1/1000 + എക്സെട്ര. ഇവിടെ നിങ്ങൾ നോക്കി നോക്കുക മക്കളെ, നിങ്ങളുടെയൊക്കെ പഠിപ്പിയൊക്കെ അയച്ചു കൊടുക്കട്ടെ. ഈ ക്വസ്റ്റ്യൻ പല ആളുകൾക്കും അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ബുജികളുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ ബുജികൾക്കെങ്കിലും അയച്ചു കൊടുക്കുക, അവർക്ക് ഉപകാരം. ഓക്കെ, അപ്പം ഈ കാണുന്നത് ഒരു ജോമെട്രി പ്രോഗ്രഷൻ ആണ്. നിങ്ങൾക്കിത് മനസ്സിലാണ്ട് നിങ്ങളൊരു ബുജികളാണ്, വേറെ അയച്ചു തരണോ നോക്കാം. ഓക്കെ ഓക്കെ 1/10 + 1/100 + 1/1000 ആണ്. അപ്പോൾ ഈ കാണുന്നത് ഒരു ജോമെട്രി പ്രോഗ്രഷൻ ആണ്. 1/10 + 1/100 + 1/1000. ഇവിടെ എ എന്ന് പറഞ്ഞാൽ 1/10, ആർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. സോ 1/10 തന്നെ കിട്ടും. അപ്പോൾ ഇത് r <1 ആണ്. സോ SN എന്ന് പറഞ്ഞാൽ a × 1 മൈനസ് r⁻n ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/r. എന്ത് കിട്ടും? 1/10 × 1 മൈനസ് 1/10⁻n ഡിവൈഡഡ് ബൈ 9/10. ഓക്കെ, അപ്പം ഏറ്റവും അടിയുള്ള 10ഉം ഏറ്റവും താഴത്തുള്ള രണ്ടാമത്തെ 10ഉം കട്ടായി പോകും. അപ്പോൾ എന്ത് വന്നു? 1/9 × 1 മൈനസ് 1/10⁻n. ഇതാണ് ഏതിൻ്റെ സമ്മ എന്ന് പറയുന്നത്? ഈ കാണുന്നതിൻ്റെ സമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എന്താക്കുന്നു? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ആൻസറായി 6/9 × 1 + 1 + 1 + 1 + അപ് ടു n എന്ന് പറഞ്ഞാൽ n ആണ്, മൈനസ് ഈ കാണുന്നതിൻ്റെ സമ്മ എത്ര കിട്ടിയത്? 1/9 × 1 മൈനസ് 1/10⁻n. ബ്രാക്കറ്റ് ഇടാം. 1/9 × 1 മൈനസ് 1/10⁻n. സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ വന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്തു നോക്കാം. ഇത് അങ്ങനെ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് വരാത്ത ക്വസ്റ്റ്യൻ ആണ്, വന്നിട്ടൊന്നുമില്ല. ഇൻ കേസ് വന്നാൽ നിങ്ങൾ ചെയ്യാൻ പറ്റണം. ഇനി ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊന്നും പബ്ലിക് എക്സാമിൻ്റെ തലേന്നൊന്നും ലൈവിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. സോ മിസ്സാക്കണ്ട കേട്ടോ. എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക ഈ വീഡിയോ. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതാണ്. ഇനി അടുത്ത ഇതേപോലെ ഏത് ചാപ്റ്റർ വേണമെന്നും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഏകദേശം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 30 മിനിറ്റോളം ഉണ്ട്. ഉപകാരപ്പെടും, യാതൊരു സംശയമില്ല. വൃത്തിയായിരിക്കും കേട്ടോ. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടൊക്കെ നിങ്ങൾക്ക് അറിയിക്കാം. ഇനി ഏത് വേണമെന്നോ നിങ്ങളുടെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. അതിനനുസരിച്ചുള്ള മോട്ടിവേഷണൽ വീഡിയോകളും അതുപോലെ തന്നെ റെക്കോർഡ് കണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബൈ.